വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശയും അതേപോലെ തന്നെ നല്ലൊരു ചട്നിയും നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് ഈ ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമ്മളിവിടെ ചട്നിയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. അതിലേക്ക് നമ്മൾ 2 ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം തേങ്ങയൊന്നും ഇല്ലാതെ ചെയ്യുന്ന നല്ലൊരു ചട്നിയാണ് കേട്ടോ. നമുക്കിത് ഇഡ്ഡലീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ചമ്മന്തി ചെയ്യുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയും ഒരുപാട് അങ്ങ് വഴറ്റരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പേസ്റ്റിന് പകരം ചതച്ച് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. അത് നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ നെല്ലിക്ക വലുപ്പത്തിലോ അത്രയൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ കാശ്മീരി എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. സാധാ വറ്റൽമുളകാണെങ്കിൽ എരിവ് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു വറ്റൽമുളകും അതുപോലെ തന്നെ പുളിയും ഒക്കെ ആ ഉള്ളിയും തക്കാളിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ളി കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഒത്തിരി നേരം വെക്കണ്ട, ഏകദേശം ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മളിത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം വലിയ ജാറിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, പക്ഷേ ചെറിയ ജാറിൽ ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാതെ അരക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസാക്കണ്ട. ഞാനായിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്താൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ചട്നിയായിട്ട് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ദോശയും കൂടെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ദോശയാണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിനി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദ എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി പുളിയുള്ള തൈരാകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ദോശയ്ക്ക് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിന് ഞാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കാം. റവ ചേർത്തുകൊണ്ടാണ്, അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഞാനത് ഒരു മീഡിയം സൈസുള്ള സവാള നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ദോശയുടെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത്. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതങ്ങനെ പരത്തിയെടുക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഈ ദോശയ്ക്ക്. ചൂടോടെ കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സൈഡും കൂടി റെഡി ആവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം.
അപ്പോൾ ഇത് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ദോശയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ദോശൻ്റെ കൂടെ ചട്നിയും കൂടി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.